ഹലോ, വെൽക്കം ബാക്ക്. സുഖമല്ലേ എല്ലാവരും? ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്നൊരു ക്രോഷറ്റ് കുഷ്യൻ കവറാണ് ചെയ്യുന്നത്. വൺ സൈഡ് ക്രോഷ്യയും വൺ സൈഡ് ക്ലോത്തും വെച്ചിട്ടുള്ളൊരു കുഷ്യൻ കവർ. ഫ്ലവർ സ്റ്റിച്ചാണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത്. ഒരു തുളിപ്പ് ടൈപ്പ് ഉള്ള ഫ്ലവർ സ്റ്റിച്ച്. ഞാനിവിടെ കോട്ടൺ യാണും ആക്രിലിക് യാണും ഉപയോഗിച്ചിട്ടുള്ളത്. നീഡിൽ 3.0 mm. മുൻപ് ചെയ്തിട്ട് ബാക്കി വന്ന യാണി വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. ഇതുപോലത്തെ 3 എണ്ണം ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം യാൺ ഇതുപോലെ കയ്യിലെടുത്ത് ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. അത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇതുപോലെയും വേറൊരു ടൈപ്പും സ്ലിപ്പ് നോട്ട് ഇടുന്നതുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെയ്ത കുഷൻ കവറിന് വേണ്ടത് എനിക്ക് 62 ചെയിൻസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ക്രോഷ്യ ചെയ്യേണ്ട ബേസിക്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്. അത് 22 വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ചതാണ്. പിന്നെ ഇവിടെ യുഎയിലേക്ക് വന്നതിന് ശേഷം യൂട്യൂബ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് സ്റ്റിച്ചസിനെ പറ്റിയല്ലോ അറിയാനും അത് പിന്നെ യാണ് വാങ്ങി ഇങ്ങനെ ചെയ്തു തുടങ്ങിയതും. ഇപ്പോൾ 62 ചെയിൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 എക്സ്ട്രാ ചെയിൻ കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം ഡബിൾ ക്രോഷ്യ ചെയ്യാൻ ഇപ്പോൾ അധികമാർക്കും അറിയായിരിക്കും. യാൺ ഓവർ ഫസ്റ്റ് ചെയിനിലേക്ക് കടത്തി എടുക്കുക. അപ്പം ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, സിംഗിൾ സ്റ്റിച്ച്. അതും ഇപ്പം നമ്മൾ ചെയ്തെടുത്തത് ഒന്നും. അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന എല്ലാ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ടാണ് ഓൺ വോയിസിൽ എടുക്കാണ്ടിരുന്നത്. ഇനി ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിന് 62 ചെയിനിലും ഇത് നമ്മൾ ഇതുപോലെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അങ്ങനെ ഫസ്റ്റ് റോ ഇപ്പം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ യാണൊക്കെ അവിടെയൊക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കണം എന്നുള്ള ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നൊരു പരീക്ഷണം നടത്താൻ വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ആദ്യം ചെയ്തതിന് വെച്ച് നോക്കി അത് കറക്റ്റായി. ഇനി രണ്ടാമത്തെ റോ ചെയ്യുന്ന അതേപോലെ തന്നെ ഓരോ സ്റ്റിച്ചിലും ഓരോ ക്രോഷ്യ വീതം ചെയ്യുക. ഇനി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് വരാൻ വേണ്ടിയിട്ടൊരു സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി അത് ടേൺ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്റ്റിച്ചിൽ തന്നെ സിംഗിൾ ക്രോഷ്യ 2 പ്രാവശ്യം ചെയ്താൽ ലാസ്റ്റ് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ നീറ്റായിട്ട് നിൽക്കുന്നില്ലേ? അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് 5 റോവും കൂടി ചെയ്യാനുണ്ട്. അതും കൂടി നമുക്ക് ചെയ്യാം. ലാസ്റ്റ് റോയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒരേ യാൺ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഫ്ലവറിനും ലീഫിനും വേണ്ടിയിട്ട് കളറ് മാറ്റുന്നുണ്ട്. കളറ് മാറ്റുന്നത് കൊണ്ട് തന്നെ അതവിടെ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ടൈ ചെയ്ത് കൊടുക്കണം. ബാക്കി വരുന്ന യാൺസൊക്കെ ഇനി നമ്മൾ മുകളിലേക്ക് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാക്കി നമ്മൾ അത് പുറത്ത് കാണാത്ത വിധത്തിൽ ചെയ്താൽ മതി. ഞാൻ സ്ലിപ്പ് നോട്ട് ഇടുന്നത് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്, രണ്ടാമത്തെ ടൈപ്പ്. ഇതുപോലെയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ കളറ് മാറ്റിയതിന് ശേഷം ലീഫ് വരുന്നത് പോലെ ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളർ യാണ് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഇല്ലേ, അതിലേക്കൂടി അതിനെ ജോയിൻ ചെയ്യുക. അതിന് ശേഷം 3 ചെയിന് കൂടി ഇടണം. അതിനുശേഷം നമ്മളിപ്പോൾ 3 ചെയിൻ ഇട്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1, 2, മൂന്നാമത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. അതായത് ഫസ്റ്റ് ചെയ്ത 3 ചെയിനിന് ശേഷം 1, 2, 3 മൂന്നാമത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ഒരു ചെയിന് ഇടുക. അതിനുശേഷം സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യുക. ഞാനതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും. കാരണം പല ഭാഷകളിലുള്ള വീഡിയോസും ഞാൻ യൂട്യൂബിലെ കൂടി കണ്ടിട്ട് തന്നെ ഇതൊക്കെ പഠിച്ചത്. അപ്പം അതെന്തായാലും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഗ്രീനിയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ലീഫായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അതും ഇതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് കുറച്ച് നീളത്തിലെടുത്തതിന് ശേഷം അടുത്ത നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാക്കി ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവറാണ്. ഞാനതിനിപ്പോൾ റെഡ് യാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം 3 ചെയിൻ ഇടുക. അതിനുശേഷം നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അതിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ഗ്രീൻ കളർ ചെയ്തതിലേക്ക് അതിന് നമ്മൾ ചെയിൻ 1 ഇട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടായി. അതിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ടല്ലോ, അത് 5 എണ്ണം ചെയ്തതിന് ശേഷം യാണിൽ നിന്ന് നീഡിൽ മാറ്റുക. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ 5 എണ്ണം ചെയ്തല്ലോ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് കൂടി നീഡിൽ കടത്തിയിട്ട് ലാസ്റ്റ് ചെയ്ത് 5ാമത്തെ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ അതിലേക്കൂടി യാണ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ അതൊരു ഫ്ലവർ ടൈപ്പായിട്ട് കിട്ടും. കണ്ടോ, അതിപ്പോൾ കാണുമ്പോൾ ഒരു ഫ്ലവർ പോലെ തോന്നുന്നില്ലേ? താഴെ 2 ലീഫും ഒരു ഫ്ലവറും. അതിനുശേഷം ഇനി ഒരു ചെയിൻ ഇടുക. എന്നിട്ട് നമ്മൾ ലീഫായിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടല്ലോ, അതിലെല്ലാം 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഫ്ലവർ ആക്കിയിട്ട് ചെയ്യുക. 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് നീഡിലെടുത്ത് മാറ്റിയതിന് ശേഷം ആദ്യം ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ നിന്ന് ലാസ്റ്റത്തെ, അതായത് 5ാമത്തെ ഡബിൾ ക്രോഷ്യയിലേക്ക് അത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഫ്ലവറായി കിട്ടും. ഇപ്പോൾ ഫ്ലവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റിൽ അത് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അടുത്ത റോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പുറത്ത് കാണാത്ത വിധത്തിൽ നമ്മൾ ചെയ്തു പോയാൽ മതി. അപ്പം നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 5 റോ പിങ്ക് ചെയ്തു, പിന്നെ ലീഫിന് വേണ്ടി ഗ്രീന് ചെയ്തു, ഫ്ലവറിന് വേണ്ടി റെഡും ചെയ്തു. ഇനി സെയിം റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി അത് സിംഗിൾ സ്റ്റിച്ചിട്ട് അത് ജോയിൻ ചെയ്തതിന് ശേഷം 3 ചെയിൻ ഇടുക. അതിനുശേഷം വരുന്ന എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക, എല്ലാ ചെയിനിലും. കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെയുള്ള അതേ ലെങ്ത്ത് കിട്ടില്ല, ചിലപ്പോൾ അത് ടൈറ്റായി പോവും. അപ്പോൾ നമുക്ക് വിചാരിച്ച ഒരു ഭംഗിയും കിട്ടില്ല. നെക്സ്റ്റ് വരുന്ന എല്ലാ ചെയിനിലും ഇതേപോലെ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോയാൽ മതി, ലൂസാവാതെ നോക്കിയാൽ മതി. അപ്പോൾ നല്ല നീറ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം 22 വർഷത്തോളമായി ഇത് ക്രോഷ്യ ചെയ്യാൻ പഠിച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു 3 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാലും അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിർത്തിവെച്ചതാ, ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഹോബി തന്നെയാണ് ഇത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇതുണ്ടാക്കിയിട്ടുണ്ട്, ക്രോഷ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ എൻ്റെ പല വീഡിയോയിലും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടേബിൾ മാറ്റായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഇപ്പം പറയുന്നത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്നാലും പരമാവധി ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി.
കാരണം ഇതുവരെ അങ്ങനെ പറഞ്ഞു കൊടുത്തൊരു ശീലമില്ല. ഞാനിങ്ങനെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ 1 സൈഡ് ക്രോഷ്യയും 1 സൈഡ് ക്ലോത്തും ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ വെച്ച് അതിനെക്കാട്ടിയും ഒരു ഇഞ്ച് കൂടുതൽ എടുത്തതിന് ശേഷം ക്ലോത്ത് നന്നായി മടക്കി അത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുക ഞാൻ ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പും ക്രോഷ്യ കൊണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. കുഷൻ കവർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, കുഷൻ കവർ ചെയ്യാൻ വേണ്ടി. അതും ഇതുപോലെ തന്നെ 1 സൈഡ് ക്ലോത്തും 1 സൈഡ് ക്രോഷ്യ ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന യാണ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. കാരണം കുഷൻ കവറൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് യാണ് ആവശ്യമാണ്. 2 സൈഡും യാൺ തന്നെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ വേണ്ടി വരും. പിന്നെ എൻ്റെ താല്പര്യം ഇതായതുകൊണ്ട് മാത്രം ഞാൻ ബാക്കി വന്നത് കണ്ടപ്പോൾ എടുത്ത് ചെയ്തതേ ഉള്ളൂ. ഇനി ക്ലോത്ത് ഇപ്പം ഞാൻ 4 സൈഡും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഭാഗം ഉള്ളിലേക്കാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ബേസിക്സൊക്കെ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞു തന്നെങ്കിലും പിന്നെ കുറച്ച് നാൾ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ഇതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിട്ടില്ല. യൂട്യൂബ് വന്നതിന് ശേഷം വെറുതെ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു സംഭവം യൂട്യൂബിലുണ്ട് എന്ന് കണ്ടത്. അതിന് ശേഷമാണ് ഞാൻ പൂർവാധികം ശക്തിയോടെ ഇത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മളെ ആദ്യത്തെ കുഷൻ കവർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായി ഒരു കാര്യം ചെയ്തിട്ട് കിട്ടുമ്പോൾ ഉണ്ടെന്ന സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ. എനിക്കിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ 3 ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുഷൻ കവറിന് കൊടുക്കുന്നത് സിപ്പല്ല, ടക്ക് ബട്ടൺ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു ഇതിന് പറയാം, അതാ കൊടുക്കുന്നത്. ഞാൻ ചെയ്ത എല്ലാ കുഷൻ കവറിനും ഇത് തന്നെയാണ് കൊടുത്തത്. കാരണം എനിക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ 2 സൈഡിലും വെച്ച് നീഡിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതാണ് എനിക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ളത്. ഓരോ കുഷൻ കവറിനും ഞാൻ 4 ബട്ടൺ വീതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് നിൽക്കും. ഞാൻ ആദ്യമൊക്കെ ചെയ്തതിന് 3 കൊടുത്തത്. അത് കുറച്ച് കാരണം ലൂസായി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം 4 വീതം കൊടുത്തത്. അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കുഷൻ കവർ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഏകദേശം 2 മാസമായി. വീഡിയോയും അതേപോലെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. എനിക്കെന്തോ മടി കൊണ്ട് അതങ്ങനെ നിന്നതാണ്. ഇപ്പോൾ എന്തോ ഒരു ആഗ്രഹം, ഓണമെല്ലാം വരുന്നല്ലേ, ഓണത്തിന് എന്തെങ്കിലും ഇങ്ങനെ ഓണം വിഷുവെല്ലാം വരുമ്പോൾ ഞാൻ കുഷൻ കവർ പുതിയതായിട്ട് ഉണ്ടാക്കും. വാങ്ങുന്നതിനെക്കാട്ടിയും എനിക്ക് ഉണ്ടാക്കാൻ തന്നെ ഇഷ്ടം, ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി തന്നെ ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ക്രോഷ്യ ചെയ്തതിൽ തന്നെ ഒരുപാട് തെറ്റുകളുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ തെറ്റായി പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയുന്നവർ ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താമല്ലേ. അപ്പോൾ എൻ്റെ ഫ്ലവർ കുഷൻ കവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തതൊരു കുക്കിംഗ് വ്ളോഗോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.